ഐക്യരാഷ്ട്രസഭയ്ക്ക് യുണൈറ്റഡ് നാഷണൽ കൗൺസിൽ ഫോർ ട്രേഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു വിഭാഗമുണ്ട്. ഇത് കച്ചവടത്തിൻ്റെയും അതുപോലെ തന്നെ വികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ്. ഈ കൗൺസിൽ ഈ അടുത്തൊരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 2025 തുടർന്നും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായി തന്നെ തുടരുമെന്നാണ് ഈ റിപ്പോർട്ട്. എന്തായിരിക്കും സർ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാമോ? ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിഭാഗമാണ് UNCTAD. അതായത് കച്ചവടം, വികസനം ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിഭാഗമാണ്. അപ്പോൾ UNCTADയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാഷ്ട്രമായി ഇന്ത്യ തുടരുമെന്നാണ്. അതായത് ഈ 2025 6.5% വളർച്ചയോടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്ഘടന എന്നുള്ള സ്ഥാനം ഇന്ത്യ നിലനിർത്തും എന്നാണ് UNCTAD, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഫോർ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇന്ത്യ വേഗത്തിൽ വളരുമെന്ന് പറയുന്ന UNCTAD റിപ്പോർട്ട് മറ്റൊരു വിവരം കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങൾ, വികസിത രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ശരാശരി വളർച്ച, ലോകത്തിന്റെ വളർച്ച 2.3% താഴെയായിരിക്കും എന്നാണ്. പതുക്കെ അത് സാമ്പത്തിക മാന്ദ്യത്തിലേക്കുള്ള ഒരു വഴിയിലേക്കാണ് ലോക സമ്പദ് വ്യവസ്ഥ എന്നൊരു മുന്നറിയിപ്പും UNCTAD നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ താരിഫ് യുദ്ധം ലോകത്തിന്റെ തന്നെ സമ്പദ്ഘടനയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സമ്പദ്ഘടന ഈ പ്രതിസന്ധിയിലും ഈ വലിയ കൊടുങ്കാറ്റടിക്കുമ്പോഴും ലോകമാകെ ആടി ഉലയുമ്പോഴും എന്തുകൊണ്ടാണ് ഇന്ത്യ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ സമ്പദ്ഘടന, ഇന്ത്യക്ക് വലിയൊരു മാർക്കറ്റ്, ഡൊമസ്റ്റിക് മാർക്കറ്റ്, ആ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ മതിയാകും നമ്മുടെ സമ്പദ്ഘടനയെയും നമ്മുടെ വളർച്ചയും താങ്ങി നിർത്താൻ. ഈ ഒരു ആനുകൂല്യം, അതായത് തദ്ദേശീയമായി തന്നെ ഒരു വലിയ സംഘം ഉപഭോക്താക്കളുണ്ട്. അപ്പോൾ UNCTAD റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ കൺസംഷൻ വർദ്ധിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഭാരത ഗവൺമെന്റ്, ഇന്ത്യ സർക്കാർ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ മറ്റ് ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ വളർച്ച തുടങ്ങിയ പല മേഖലകളുടെയും വളർച്ചയ്ക്ക് വേണ്ടി വലിയ തോതിൽ സർക്കാർ നടത്തുന്ന ചിലവ്, അതായത് സർക്കാർ ഈ വലിയ നിക്ഷേപങ്ങൾ പല മേഖലകളിൽ നേരിട്ട് നടത്തുന്നു. ഇതും സമ്പദ്ഘടനയെ താങ്ങി നിർത്തുമെന്നും വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുമാണ്. ഈ രണ്ട് ഘടകങ്ങളാണ്, അതായത് ഉയർന്ന കൺസംഷൻ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സർക്കാരിൻ്റെ ചെലവ്, നിക്ഷേപം, പ്രത്യേകിച്ച് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വ്യവസായ മേഖലയുടെ വളർച്ച, ഇതിനൊക്കെ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വലിയ തോതിൽ ചിലവാക്കുന്ന പൈസ, ഇത് ഭാരതത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ചയെ സഹായിക്കുമെന്നും മറ്റു രാജ്യങ്ങളുടെ സമ്പദ്ഘടന താഴോട്ട് പോകുമ്പോഴും ഇന്ത്യ ഒട്ടും മോശമല്ലാത്ത ഒരു രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടന നിലനിൽക്കുമെന്നും ആണ് UNCTAD റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ UNCTAD ദക്ഷിണേഷ്യയെ സംബന്ധിച്ച് പറയുന്നത്, പൊതുവെ ദക്ഷിണേഷ്യ വളർച്ചയുടെ പാതയിൽ തന്നെ ആയിരിക്കും ഈ 2025. പക്ഷേ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ 3 രാഷ്ട്രങ്ങൾക്കും UNCTAD ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളെയും ഭക്ഷ്യക്ഷാമം ബാധിക്കാനിടയുണ്ട്. അതായത് അവിടുത്തെ ഒരു ഇന്ത്യയും നമ്മുടെ അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ത്യ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനോ ഒന്നും തന്നെ ആ സ്വയം പര്യാപ്തതയില്ല. പാകിസ്ഥാന് ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനിൽ നിരന്തരമായ വരൾച്ചയും വെള്ളപ്പൊക്കവും ഒരു ഭാഗത്ത്, പിന്നെ പാകിസ്ഥാൻ സർക്കാർ പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയിലോ വ്യാവസായിക മേഖലയിലോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നല്ല തീവ്രവാദ സംഘങ്ങളെ എങ്ങനെ വളർത്തണം,
അതിനെ എങ്ങനെ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തണം, ആയുധങ്ങൾ എങ്ങനെ വാങ്ങിച്ചു കൂട്ടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ബംഗ്ലാദേശ് മറ്റൊരു ഒരു രീതിയിലായിരുന്നു പിന്നെ ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നിരുന്നത്. ബംഗ്ലാദേശ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം പുരോഗതിയുടെ ഒരു പാതയിലേക്ക് ഷെയ്ഖ് ഹസീനയുടെ ഒരു 10-12 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ നേട്ടങ്ങളൊക്കെ തന്നെ ഇപ്പോ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. ഈ പിന്നെ അവിടുത്തെ ഈ ജനാധിപത്യവൽക്കരണം എന്നുള്ള പേരിൽ മത തീവ്രവാദികൾ അധികാരം കൈയടക്കിയതിനു ശേഷമുള്ള മാറ്റങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാന് ഇവര് 2025 ഇവര് ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. ഇവരുടെ സമ്പദ്ഘടന, ഇവരുടെ രാഷ്ട്രങ്ങളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകും. അപ്പോ സ്വാഭാവികമായിട്ടും ഭക്ഷ്യക്ഷാമം രൂക്ഷമായി കഴിഞ്ഞാൽ പട്ടിണി, അതുപോലെ തന്നെ വീണ്ടും ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. തൽക്കാലം ഇപ്പൊ ഇന്ത്യ പിന്നെ പിന്നെ അരിയും ഗോതമ്പൊന്നും കയറ്റുമതി ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് നമ്മളെക്കാൾ വലിയ ഇന്ത്യയാണ് ലോക മാർക്കറ്റിൽ സത്യത്തിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇതൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യം. അപ്പൊ ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ അവർക്ക് വലിയ വില കൊടുത്ത് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. പിന്നെ അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ ലോകത്തിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന രാഷ്ട്രങ്ങളിൽ 2 യുക്രൈനും അതുപോലെ റഷ്യയും. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം യുക്രൈന്റെ പിന്നെ ഗോതമ്പ് കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. റഷ്യ ആകട്ടെ, അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ മാർക്കറ്റിൽ നിന്ന് മാറിയപ്പോൾ റഷ്യ വില കൂട്ടി. ചുരുക്കി പറഞ്ഞാൽ ഈ വിലക്കയറ്റം ദക്ഷിണേഷ്യയിലെ ഈ 2 രാഷ്ട്രങ്ങളെയും ബാധിക്കാനാണ് സാധ്യത. പിന്നീട് മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ ഇപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കുകൾ കുറച്ചു. ഏതാണ്ട് 25 പോയിന്റ്സ് കുറച്ചിരിക്കുകയാണ്. ഈ പലിശ നിരക്ക് കുറച്ചത് പൊതുവെ സമ്പദ്ഘടനയുടെ വികസനത്തിന് പ്രയോജനപ്പെടും എന്നാണ് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തുന്നത്. അതായത് പലിശ നിരക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ പിന്നെ നിക്ഷേപകർ, അതായത് വ്യവസായങ്ങൾ, അതുപോലെ മറ്റ് മേഖലകളിൽ നിക്ഷേപിക്കുന്നവരെ, ഇപ്പൊ കാർഷിക മേഖലയിൽ തന്നെ ആവാം, നമുക്ക് ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണിന്റെ പലിശ കുറയും. അപ്പൊ കുറഞ്ഞ പലിശയ്ക്ക് നമുക്ക് ലോൺ കിട്ടുമ്പോൾ കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കാൻ തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നിക്ഷേപം പല മേഖലയിൽ ഉണ്ടാകും. ആ നിക്ഷേപത്തെ തുടർന്ന് ആ മേഖലകളിലൊക്കെ വളർച്ചയുണ്ടാകും. ഇത് ഏറ്റവും ഒടുവിൽ RBIയുടെ ഈ പലിശ നിരക്ക് വെട്ടിക്കുറച്ചത് ഇന്ത്യയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തുന്നത്. അതായത് നമുക്കൊന്നുകൂടെ ഇതൊന്ന് ചുരുക്കി പറയാം. ഡൊമസ്റ്റിക് കൺസംഷൻ, ഇന്ത്യക്ക് ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ മാർക്കറ്റിൽ, തദ്ദേശീയമായ മാർക്കറ്റ്, നമുക്കിവിടെ 140 കോടിയിലധികം ജനങ്ങളുണ്ട്. നമുക്ക് കയറ്റുമതി ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ വ്യവസായങ്ങൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ വിറ്റഴിച്ചാലും അവയ്ക്ക് ലാഭമുണ്ടാക്കാം. അപ്പോൾ ലോകത്തിലേക്കുള്ള മറ്റു രാഷ്ട്രങ്ങളിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞാലും ഇന്ത്യയുടെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതികൂലമായിട്ട് വലിയ ബാധ്യതകളൊന്നും ഉണ്ടാക്കില്ലെന്നും നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിക്കുമെന്നും അതുപോലെ സർക്കാരിൻ്റെയും സ്വകാര്യ മേഖലയുടെയും നിക്ഷേപങ്ങൾ വർദ്ധിക്കുമെന്നും അങ്ങനെ ഇന്ത്യൻ സമ്പദ്ഘടന വരും വർഷത്തിലും, അതായത് ഈ സാമ്പത്തിക വർഷത്തിലും പിന്നെ 6.5 എന്ന വളർച്ചാ നിരക്കും അതുപോലെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്ഘടന എന്ന സ്ഥാനവും നിലനിർത്തുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. എന്തായാലും ഇന്ത്യക്ക് ഗുണകരമാണ്. നമ്മൾ മുമ്പൊരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു എണ്ണയുടെ വില കുറയും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതും ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായിരിക്കും. കാരണം നമ്മുടെ ഇറക്കുമതി ചെലവ് നമുക്ക് കുറയ്ക്കാൻ അത് മൂലം കഴിയും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ശുഭദിനങ്ങളാണ് ഇന്ത്യക്ക് ഉള്ള ഒരു സൂചനയാണ് പല ഭാഗത്തു നിന്നും വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു സർ.